ഹലോ ജീനിയസ് ഫാമിലി. സോ ജെഇ മെയിൻ ഫേസ് 2 2024 വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾക്കപ്പുറമാണ്. നമ്മുടെ അവസാനത്തെ ലാബ്സ് അല്ലെങ്കിൽ നമ്മുടെ അവസാനത്തെ റൗണ്ട് ഓഫ് റിവിഷനും അവസാനത്തെ റൗണ്ട് ഓഫ് പ്രിപ്പറേഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. ഈ ദിവസങ്ങൾ നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ദിവസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ തരാം. ഒന്നാമത്തെ കാര്യം പ്ലാനിങ്. ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്നത് അത്ര ഒരു അടിപൊളി ഐഡിയ അല്ല. കാരണം നമ്മൾ രാവിലെ എണീറ്റ് പ്ലാനിങ്ങിന് വേണ്ടി കൂടുതൽ എനർജിയും സമയവും ഇൻവെസ്റ്റ് ചെയ്യേണ്ട. തലേ ദിവസം നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പ്ലാനിങ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ പ്ലാനിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, നമുക്ക് അറ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കണം. പിറ്റേ ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക എന്നുള്ളത് ഒരു ക്ലിയർ കട്ട് ഐഡിയ വേണം. ആ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് വേണം ഒരു അറ്റൈനബിൾ പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കാൻ. നമുക്ക് അറ്റൈനബിൾ അല്ലാത്തൊരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തന്നെ അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് വരും. ഞാൻ ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊന്നും നടന്നില്ലല്ലോ എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരും. അങ്ങനെ വേണ്ട, നമുക്ക് അറ്റൈനബിൾ ആയിട്ടുള്ളൊരു പ്ലാനാണോ നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ടൈം ബേസ്ഡ് ആയിട്ടുള്ള പ്ലാൻ ആയിരിക്കണം നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഓരോ കാര്യത്തിന് നിങ്ങൾ എത്രത്തോളം സമയം അലോട്ട് ചെയ്യുന്നു എന്നൊരു ക്ലിയർ കട്ട് പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാവണം. അതായത് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പിക്കിൻ്റെ റിവിഷന് വേണ്ടി ഞാൻ ഇത്ര സമയം കൊടുക്കുന്നു, ക്വസ്റ്റൻ്റെ പ്രാക്ടീസിന് ഇത്ര സമയം, മോക്ക് ടെസ്റ്റിന് വേണ്ടി ഇത്ര സമയം, അതിൻ്റെ അനാലിസിന് ഇത്ര സമയം, അങ്ങനെ എല്ലാത്തിനും ഒരു ടൈം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കണം നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ചാപ്റ്റേഴ്സൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രയോറിറ്റി ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയിരിക്കണം, ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഓൾറെഡി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തൊരു ചാപ്റ്റർ ആണെന്ന് വിചാരിക്കുക. ആ ചാപ്റ്ററിന് വേണ്ടി നിങ്ങൾക്ക് വളരെ ചെറിയ ടൈം ഇൻവെസ്റ്റ്മെൻറ്റേ ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു ചാപ്റ്റേഴ്സിന് ആക്റ്റീവ് റീകോൾ മാത്രം മതി. ആക്റ്റീവ് റീകോൾ നിങ്ങൾക്ക് എന്താണെന്നറിയാം, നമ്മൾ വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ്, റിയാക്ഷൻ, പ്രോസസ്, മെക്കാനിസംസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഇനി നിങ്ങളുടെ ടാർഗറ്റ് കുറച്ചും കൂടെ മോഡറേറ്റ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിനായിരിക്കണം. ഇപ്പോൾ ജെഇ മെയിൻ ഫേസ് 1 ചില ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ ക്വസ്റ്റനിൽ കാണുമ്പോൾ ഇതും കൂടെ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ചുകൂടെ നല്ല സ്കോറിലേക്ക് എത്താമായിരുന്നു എന്നൊരു ഫീലിംഗ് ഒക്കെ വരും. അങ്ങനെയുള്ള ടോപ്പിക്കുകൾ, മോഡറേറ്റ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾക്ക് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫോർമുലാസോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഐഡിയാസോ വളരെ ചെറിയ ടോപ്പിക്കുകൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാനും ആവശ്യം ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾ തീരെ പഠിക്കാത്തൊരു ചാപ്റ്റർ ആണെന്ന് വിചാരിക്കുക, നിങ്ങൾ തൊട്ടിട്ടേ ഇല്ല, ആ ചാപ്റ്റർ എന്താണെന്നും കൂടെ നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ആ ചാപ്റ്ററിലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോർമുലയോ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ടോപ്പിക്കുകൾ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻ പോയിന്റ് ചെയ്ത് പഠിക്കാം. ഒരു മുഴുവനായിട്ടൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് ഇനി പഠിക്കണം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. കാരണം അതിനുള്ള സമയം നമുക്കില്ല. അത് മാത്രമല്ല, നമുക്ക് അഡീഷണൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന്, ഒരു ടോപ്പിക്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരുന്ന 100% ഉറപ്പാണ്. അല്ലെങ്കിൽ ഭയങ്കര ചാൻസ് ഉണ്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് പിൻ പോയിന്റ് ചെയ്ത് പഠിക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ക്വസ്റ്റ്യനും ചെയ്യാം. ഈ രീതിയിലാണ് നിങ്ങൾ ചാപ്റ്റേഴ്സിനെ പ്രയോറിറ്റി കൊടുത്ത് നിങ്ങളുടെ പ്ലാനിൽ ഉൾപ്പെടുത്താൻ. ഈ രീതിയിലാവണം നിങ്ങളുടെ പ്ലാൻ. സോ ഒരു ദിവസം തലേ ദിവസം തന്നെ നമ്മൾ പ്ലാനുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഉറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ ഓൺവേർഡ്സ് വി ആർ മൂവിങ് ഓൺ ടു ദ എക്സിക്യൂഷൻ ഫേസ്. ഇനി നമ്മുടെ എക്സിക്യൂഷനാണ്. എക്സിക്യൂഷനിൽ നമ്മൾ ഓൾറെഡി അറ്റൈനബിൾ പ്ലാനാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഫീലിംഗ്, അതായത് ഇത് ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര പ്രഷറാണ് എന്നൊരു ഫീലിംഗ് നിങ്ങളുടെ എക്സിക്യൂഷൻ ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടാവരുത്. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അലോട്ട് ചെയ്ത ടൈമിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ദിവസം നിങ്ങൾ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 1-2 ചെറിയ പോയിന്റുകൾ നിങ്ങൾ മിസ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതും, പക്ഷേ മോക്ക് ടെസ്റ്റിൻ്റെ അനാലിസിസ് നിങ്ങൾ നടത്തില്ല. അങ്ങനെ നിങ്ങൾ അനാലിസിസ് എന്തായാലും ചെയ്യണം. അങ്ങനെ റെഗുലറായിട്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഈ ഒരു എക്സിക്യൂഷൻ ഫേസിൽ നിങ്ങൾ എന്തായാലും ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഒരു ചെറിയ എമൗണ്ട് ഓഫ് ടൈം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, മേ ബി ഒരു 1 hour അല്ലെങ്കിൽ 1.5 hour അല്ലെങ്കിൽ ഒരു 2 hour നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് പഠിച്ചു, നിങ്ങളുടെ മൈൻഡിനെ റിലാക്സ് ആക്കാൻ വേണ്ടത്ര ചെറിയ ബ്രേക്കുകളും അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഒരു 5 minute അല്ലെങ്കിൽ 10 minute ബ്രേക്കുകൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യമാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഓവർകമ്മിങ് ദ ഇമോഷണൽ ബാരിയർ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറേയധികം വിഷമങ്ങളും കുറേയധികം കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നൊരു ടൈമും കൂടിയാണിത്. അതായത് ഫേസ് 1 കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ എന്തായാലും എനിക്ക് ഫേസ് 1 ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഫേസ് 2 പ്രിപ്പറേഷൻ ഞാൻ വിചാരിക്കുന്ന പോലെ മുമ്പോട്ട് പോകുന്നില്ല, പാരൻസിൻ്റെയും പിയേഴ്സിൻ്റെ ഒക്കെ ഭയങ്കരമായ പ്രഷർ, എനിക്ക് ഈ വർഷം തന്നെ ഫേസ് 1 ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, ഫേസ് 2 ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട്, അങ്ങനെ ഭയങ്കര ടെൻഷനും ഒരു നെഗറ്റീവ് ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഈ വർഷത്തെ ജെഇ ഫേസ് 2 നിങ്ങൾ ക്രാക്ക് ചെയ്തു നിങ്ങൾ വിചാരിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡ്രീം ആയിട്ടുള്ള കോളേജിലേക്ക്, നിങ്ങളുടെ ഡ്രീം ആയിട്ടുള്ള കോഴ്സിലേക്ക് നിങ്ങൾ ആദ്യത്തെ ദിവസം ചെന്ന് കയറുന്ന നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് ഡേ നിങ്ങൾ ആലോചിച്ചാൽ മതി. ആ ഒരു ഡ്രീം അല്ലെങ്കിൽ ആ ഒരു ഇമാജിനേഷനിൽ തന്നെ നിങ്ങളുടെ ഈ പറഞ്ഞ എല്ലാ ടെൻഷൻസും വറീസും അതുപോലെ തന്നെ നെഗറ്റീവ് ഫീലിംഗും ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. സോ വെൻ യു ലുക്ക് ഫോർ ആൻ ആസ്പിറേഷൻ, go for it. Don't let the emotion take over. Okay,
സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു ഇൻസ്റ്റൻറ്റ് ബൂസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റ് മോട്ടിവേഷൻ കിട്ടാൻ ആ ഒരു തോട്ട് മാത്രം മതി. നമുക്കറിയാം നല്ല ചൂടാണ്. സോ കീപ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്. ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ നിങ്ങൾ എന്തായാലും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ തൽക്കാലം നിങ്ങൾ പുറത്തുനിന്നുള്ള ഫുഡൊന്നും കഴിക്കേണ്ട. സോ ഒരു നല്ല ഹെൽത്തി ഹോംലി ഫുഡ് അത് മാത്രം മതി ഈ ഒരു ദിവസങ്ങളിൽ. നമുക്കറിയാം ഈ പ്ലാനിങ്ങും എക്സിക്യൂഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ ടയേർഡായിരിക്കും. സോ അതിനുശേഷം നിങ്ങളെ തന്നെ ട്രീറ്റ് യുവർ സെൽഫ് വിത്ത് എ വെരി ഗുഡ് സ്ലീപ്പ്. സോ ഈ ഒരു പ്ലാൻ നമ്മുടെ JEE എക്സാമിൻ്റെ phase 2 ആ ദിവസം വരെ, നമ്മുടെ ഫൈനൽ ഡേ വരെ നമുക്ക് കീപ്പ് ചെയ്യാം. ആൻഡ് ഈ വർഷത്തെ phase 2 നിങ്ങൾക്ക് എന്തായാലും കിട്ടുകയും ചെയ്യും. സോ ഓൾ ദ വെരി ബെസ്റ്റ്.